ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഡീകമ്മീഷനിങ്ങിനെ കുറിച്ചാണ്. മുല്ലപ്പെരിയാർ ഡാം പൊളിച്ചാൽ ഇതിനെല്ലാം പരിഹാരമാകുമോ എന്നതാണ് ആദ്യ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താണ് ഡാം ഡീകമ്മീഷനിങ് എന്നതാണ്. ഇത് രണ്ടും അറിയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ചരിത്രം അറിഞ്ഞു വരാം. 1887 നിർമ്മാണം ആരംഭിച്ച് 1895 പണി പൂർത്തിയാക്കിയ മുല്ലപ്പെരിയാർ അണക്കെട്ട് മലയാളികളുടെ മനസ്സിലെ ഭീതി സ്വപ്നമായി മാറിയിട്ട് നാളുകളേറെയായി. കേവലം 50 വർഷം മാത്രമേ ഡാമുകൾക്ക് ആയുസ്സുള്ളൂ എന്ന് ഈ ഭൂഗോളത്തിലെ സർവ്വ മനുഷ്യരും സമ്മതിക്കുമ്പോൾ 129 വർഷത്തെ പഴക്കവുമായാണ് മുല്ലപ്പെരിയാർ ഡാം കേരളത്തിലെ 4 ജില്ലകളുടെ മനുഷ്യരുടെ ഉയരെടുക്കാനായി നിവർന്നു നിൽക്കുന്നത്. ലോകത്തെങ്ങും ഒരു ഡാമിനും കേട്ടിട്ടില്ലാത്ത 999 വർഷത്തെ പാട്ടക്കരാറിന് രൂപം കൊടുത്ത ബ്രിട്ടീഷുകാരനും അതിൽ ഒപ്പിട്ടവരും പിന്നീട് ഈ മണ്ണിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും അതിനുശേഷവും അതേ കരാറിനെ കൈയടിച്ച് സ്വീകരിച്ചവരുമെല്ലാം മണ്ണോട് മണ്ണ് ചേർന്നിട്ട് കാലങ്ങളേറെയായി. ഇനിയും ആ കരാർ അനുസരിച്ച് 870 വർഷങ്ങൾ കൂടി തമിഴ്നാടിൻ്റെ ഊഷരഭൂമിയിൽ പൊന്നു വിളയിക്കാൻ മണ്ണൊരുക്കാനുള്ള വെള്ളം എത്തിക്കാൻ വിധിക്കപ്പെട്ടതാണ് അണക്കെട്ട്. അതിനുമേറെ കാലങ്ങൾക്കിപ്പുറം ഈ അണക്കെട്ടിനെ ഡീകമ്മീഷൻ ചെയ്തില്ലെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കാലനാകുന്ന വസ്തുവാണ് സുർക്കി മിശ്രിതത്തിൽ തീർത്ത ഈ ജലമതിലെന്ന് അലമുറയിടുകയാണ് ഇവിടുത്തെ മനുഷ്യസ്നേഹികൾ ഒന്നടങ്കം. എങ്ങനെയാണ് ഈ ജലബോംബിനെ ഡീകമ്മീഷൻ ചെയ്യുക? തകർത്ത് കളയുകയോ എടുത്തു മാറ്റുകയോ പൊളിച്ചു മാറ്റുകയോ ചെയ്യാവുന്ന ഒന്നല്ല ഡാം ഡീകമ്മീഷൻ. ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മുതൽ നാം ഭയക്കുന്ന ആൾനാശം ഉൾപ്പെടെ ശാസ്ത്രീയമായ ഡീകമ്മീഷനിങ് നടന്നില്ലെങ്കിൽ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ എങ്ങനെയാകും ഡീകമ്മീഷൻ ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം. ലോകത്തിലെ തന്നെ നിലവിൽ ഉയരം കൂടിയതും ഭൂഗുരുത്വ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ളതുമാണ് മുല്ലപ്പെരിയാർ ഡാം. ഇതിനെ പ്രവർത്തനരഹിതമാക്കുമ്പോഴും വലിയ ജാഗ്രത പുലർത്തിയില്ലെങ്കിലും വലിയ അപകടമുണ്ടാകാം. ഡാം പൊട്ടിയുണ്ടാകുന്ന വെള്ളവും അണക്കെട്ടിൻ്റെ അവശിഷ്ടങ്ങളും കുത്തിയൊലിച്ചെത്തിയാൽ 36 കിലോമീറ്റർ താഴെയുള്ള ഇടുക്കി അണക്കെട്ടും തകരും. ഏതാണ്ട് 45 മിനിറ്റിൽ ഇടുക്കി ഡാമിലേക്ക് കുതിച്ചെത്തുന്ന വെള്ളവും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവശിഷ്ടങ്ങളും ചേർന്ന് ഇടുക്കി അണക്കെട്ടിനെയും നിലംപരിശാക്കി മുന്നോട്ട് കുതിക്കുന്ന ജലശേഖരം ഇടുക്കി അണക്കെട്ടിന് താഴെയുള്ള ചെറുതും വലുതുമായ 11 അണക്കെട്ടുകളെ കൂടി നാമാവശേഷമാക്കും. ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ ജില്ലയിലേക്ക് പരന്നൊഴുകുന്ന ജലം അവിടെയുള്ള മണ്ണിനെയും മനുഷ്യരെയും ഒഴുക്കിക്കളയും. ഇതൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ശാസ്ത്രീയമായ ഡീകമ്മീഷനിങ് തന്നെ വേണ്ടിവരും. നിലവിൽ ലോകമെമ്പാടും ഡാം ഡീകമ്മീഷൻ ചെയ്യാൻ 3 വഴികളാണ് സ്വീകരിക്കുന്നത്. ഡാം നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രവർത്തനം അവസാനിപ്പിക്കുക, ഡാമിൻ്റെ ഭാഗികമായ ഡീകമ്മീഷനിങ്, ഡാം പൂർണ്ണമായും ഇല്ലാതാക്കുക തുടങ്ങിയവയാണ് ആ 3 മാർഗങ്ങൾ. ആദ്യ രീതിയിൽ അണക്കെട്ട് അതേപടി നിലനിർത്തുന്നു. നിലവിലെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കി മറ്റാവശ്യങ്ങൾക്ക് ജലം ഉപയോഗിക്കുന്നു. ഡാമിൻ്റെ മുകൾ ഭാഗം റോഡായോ അല്ലെങ്കിൽ ടൂറിസത്തിനായോ തുറന്നു കൊടുക്കാം. രണ്ടാമത്തെ സാഹചര്യത്തിൽ അണക്കെട്ട് ഭാഗികമായി നീക്കം ചെയ്യപ്പെടുന്നു. അതായത് ഷട്ടറുകളെല്ലാം തുറന്നു വയ്ക്കുകയും ജലം വലിയ തോതിൽ സംഭരിച്ച് സൂക്ഷിക്കാതിരിക്കുകയും ചെയ്യും. തുടർന്ന് ഡാമിനെ ഭാഗികമായി പൊളിച്ചു മാറ്റും. മൂന്നാമത്തെ സാഹചര്യത്തിൽ അണക്കെട്ട് പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടുന്നു. ഡാം ഡീകമ്മീഷൻ ചെയ്യുന്നത് സമ്പദ് വ്യവസ്ഥയിലും സമൂഹത്തിലും പരിസ്ഥിതിയിലും പ്രതികൂലവും ഗുണപരവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അണക്കെട്ടിൻ്റെ തകരാർ മൂലം നിരവധി നാശങ്ങളും മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചോർച്ച, വിള്ളൽ, ഘടനയുടെ തകരാർ എന്നിവ മൂലമാണ് അണക്കെട്ടിന് തകരാർ സംഭവിക്കുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. കേടുപാടുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് അണക്കെട്ടിൻ്റെ പരിപാലനം ചെലവേറിയതായി മാറുന്നു. സ്ഥിരമായ പരിശോധനയും നന്നാക്കലും അത്യാവശ്യമാണ്. എന്നിരുന്നാലും അണക്കെട്ടിന് ദീർഘായുസ് നൽകേണ്ടതിൻ്റെയും പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെയും പ്രാധാന്യം കണക്കിലെടുത്ത് അറ്റകുറ്റപ്പണികൾ നിർബന്ധമാണ്. അണക്കെട്ടിൻ്റെ കാലപ്പഴക്കത്തോടെ അറ്റകുറ്റപ്പണികൾക്കുള്ള ചെലവ് അണക്കെട്ടിനെ നീക്കം ചെയ്യുന്നതിനുള്ള ചെലവിനേക്കാൾ 10 മുതൽ 30 മടങ്ങ് വരെ കൂടുതലായിരിക്കും. ജലസംഭരണിയിലെ അവശിഷ്ടം കൂടുന്നതിനനുസരിച്ച് സംഭരണ ശേഷിയും കുറയുന്നു. ഭൗതികവും ഭൂമിശാസ്ത്രപരവുമായ സാഹചര്യങ്ങളെ ആശ്രയിച്ചാണ് അവശിഷ്ടങ്ങൾ ഉണ്ടാവുകയത്രേ. ലോകമെമ്പാടുമായി നിലവിൽ 50,000-ലധികം വലിയ അണക്കെട്ടുകൾ ഉണ്ടെന്നാണ് കണക്ക്. അവയിൽ പലതും 50 അല്ലെങ്കിൽ 100 വർഷം വരെ മാത്രം കാലാവധിയുള്ളതാണ് എന്നത് പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്.